ഒരു കാര്യം പറഞ്ഞുതരാം. ഹദ്ദാദ് റാത്തിബ് ഓതാറുള്ള ആൾക്കാരാണ്. അതിൽ ഫാത്തിഹ ഓതുമ്പോൾ ഒരു വാക്ക് ആവർത്തിച്ച് വരുന്നത്, ഒരു പ്രയോഗം ആവർത്തിച്ച് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഫാത്തിഹ ഒക്കെ പറയും അവസാനം ദറജാത്തി, പിന്നെ ഒരു ലഫ്ദ് അയ്യടാ എന്താണ് പറയാറ്? ഫി ഖൈരിൻ വലുത്ഫിൻ വആഫിയ. എല്ലാത്തിലും അത് വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്തിനാ അതങ്ങനെ പറയണത്? അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ചോദിക്കുന്ന സംഗതി, അള്ളാഹുവെ ഞങ്ങൾക്ക് ഈമാനോടുകൂടിയുള്ള മരണം നൽകണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ദുനിയാവും ആഖിറവും സലാമത്തെ എങ്ങനെ ഖൈറായ നിലക്ക് നിൻ്റെ ലുത്തുഫുള്ള രൂപത്തിൽ, സോഫ്റ്റ്നെസ് ഉള്ള രൂപത്തിൽ, റഹ്മത്തുള്ള രൂപത്തിൽ, ആഫിയത്തോട് കൂടിയിട്ട് സാധിപ്പിച്ചു തരണേന്നാണ് ഈ രീതിയിൽ ദുആ ഇറക്കുന്നത്. പ്രത്യേകിച്ച് ബാലവി സാദാത്യങ്ങൾ, ഹദറമി സാദാത്യങ്ങളുടെ മിക്ക ദുആകളിലും ഇതുണ്ടാവും. ഇമാം ഹദ്ദാദ് തങ്ങൾ പ്രത്യേകം ഉപദേശിക്കണം, കാണാൻ നിങ്ങൾ എന്തെങ്കിലും റബ്ബിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇങ്ങനെയും കൂടി പറയണം, ഫി ഖൈരിൻ വലുത്ഫിൻ വാഫിയ. കാരണം എന്താണ്? ഇപ്പോൾ ഒരാൾ ഇപ്പോൾ അള്ളാഹുവിനോട്, അള്ളാഹുവെ എനിക്ക് നീ ഷഹാദത്തിൻ്റെ കൂലി തരണം, അല്ലെങ്കിൽ എന്നെ നീ ഷഹീദായി മരിപ്പിക്കണേന്ന്. ഷഹാദത്ത് ഇത് എങ്ങനെയാണ് സംഭവിക്കുക? കാരണം വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊള്ളലേറ്റിട്ട്, തീ പൊള്ളലേറ്റിട്ട് മരിക്കാം, ഷഹാദത്തിൻ്റെ കൂലി കിട്ടും. അല്ലെങ്കിൽ കടലിൽ വെള്ളം മുങ്ങിയിട്ട് മരിക്കാം, ഷഹാദത്തിൻ്റെ കൂലി കിട്ടും. പക്ഷെ സഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഞാൻ ആ കിതാബിലെ ഹിക്കായത്ത് കണ്ടിട്ട് ഞാൻ നോക്കിയിട്ട് അതിന് കാണാത്തത്, ഒരു മഹാൻ ഒരു സംഭവം, ഒരു ഇമാം ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം മക്കത്തുള്ള സമയത്ത്, മക്കത്ത് ഇദ്ദേഹം മൂപ്പര് ശിഷ്യന്മാരും ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരാളെ പരിചയപ്പെട്ടു, ഒരു ഫക്കീർ, ഒരു ആബിദായ ഒരു മനുഷ്യൻ, ഫുൾ ടൈം ഇബാദത്ത് ആളുകൾ പിന്നെ അള്ളാഹു ഈമാനോടി മരിപ്പിക്കണം എന്നാ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷഹാദത്തിൻ്റെ കൂലി ഷഹീദാക്കണം എന്ന് പറഞ്ഞത് വരക്കണം. അഹിക്കാലത്ത് കണ്ട കിതാബ് ഇപ്പോൾ ഇവിടെ മറന്നുപോയി, തപ്പിയിട്ട് കാണില്ല. അങ്ങനെ അവർ അവിടെ നിന്ന് മക്കത്ത് പിന്നെ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും മിസ്റിലോട്ട് വരണം, ഈജിപ്തിലോട്ട് വരണം. ഇയാളും അസ്ഹർ കാണാനുള്ള പൂതിക്ക് ഇയാളും പറഞ്ഞ് ഞാനും നിങ്ങളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പോന്നു. അപ്പോൾ ഈ ഇമാമിൻ്റെ ഹിക്കായത്തിൽ ക്ലിയർ ആയിട്ട് ഉണ്ട്, യാത്രയിൽ മൊത്തം ഇയാൾ എന്നെ ഇബാദത്ത് കൊണ്ടും ജീവിത സൂക്ഷ്മത കൊണ്ടും രാത്രി തഹജ്ജുദ് കൊണ്ടൊക്കെ എന്നെ അതിശയിപ്പിക്കുക, അത്ര നല്ല മനുഷ്യൻ. അങ്ങനെ വന്ന് ഞങ്ങൾ മിസ്റിലേക്കുള്ള യാത്രയുടെ ഇടയിൽ ഞങ്ങളുടെ സ്ഥലം നിന്നപ്പോൾ ഒരു ഫാക്ടറി, എന്തോ ഒരു വലിയൊരു ഫാക്ടറി, ഗ്ലാസിൻ്റെ ഫാക്ടറി കണ്ടപ്പോൾ അവിടെ അതൊന്ന് കയറി കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊക്കെ കൂടിയിട്ട് അവിടെ ഇറങ്ങി. അങ്ങനെ അത് ഓരോന്ന് ചുറ്റിക്കാണുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വലിയ ടാങ്ക് ഉണ്ടാവില്ല, ഇങ്ങനെ ഇതുണ്ടാക്കണേ, തീയുള്ള ബർണർ പോലത്തെ വലിയ സാധനം. ഇതിങ്ങനെ അത് കോണിമ കയറിയിട്ട് വേണം അവിടെ നോക്കാൻ. ഇതിങ്ങനെ ചുറ്റി നോക്കുന്നതിൻ്റെ ഇടയിൽ ഇയാൾ പ്ലക്കൂന്ന് പറഞ്ഞാൽ വീണ്, പൊടി പോരുമില്ല, കണ്ടോടി തിളച്ച് മറിയുന്ന സാധനത്തിലേക്ക് വീണ്. അങ്ങനത്തെ ആയിട്ട് പോയി, ഒന്നും കിട്ടിയില്ല ഇയാളുടെ. ഇമാമിന് ഭയങ്കര വിഷമം തോന്നി, ഇങ്ങനെ ഒരു മരണം, ഇത്ര നല്ലൊരു മനുഷ്യനല്ലേ. ആ മരണം മൂപ്പരെ വല്ലാണ്ട് വേട്ടയാടി എന്ന് പറയും സാഹിത്യ ഭാഷയിൽ, ഒരുപാട് ഇങ്ങനെ ചിന്തിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു മിസ്റിലൊക്കെ എത്തി. അങ്ങനെ സ്വപ്നത്തിൽ ഒരു ദിവസം അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അപ്പോൾ അതിൽ ഈ വ്യക്തിനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. കണ്ടപ്പോൾ പറഞ്ഞു, അല്ലെങ്കിൽ അതുപോലെ ഞാൻ ആ ഹിക്കായത്ത് ഇയാൾക്ക് കാണിച്ചു തരുമെന്ന് വിചാരിച്ചിരുന്നു. അതിൽ പറയുന്നുണ്ട്, എന്നാലും സ്വർഗത്തിലായിട്ടുണ്ടാവും മഗ്ഫൂർ ലഹു ആയിട്ടുള്ള മനുഷ്യ അവസ്ഥയിൽ കാണുന്നത്. പക്ഷെ എന്നാലും ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു വളരെ വേദനാജനകമായ അല്ലെങ്കിൽ ഒരു ദുരന്ത പര്യവസാനം ഇയാൾക്ക് കിട്ടിയെന്ന് വെച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള മറുപടിയാണ്. അയാളിനോട് ഷഹാദത്ത് ചോദിച്ചു, ഞാനത് കൊടുത്തു. അയാളുടെ ആഫിയത്ത് ചോദിച്ചിട്ടില്ല. അത് ചോദിച്ചെങ്കിൽ അത് ഞാൻ കൊടുത്തന്നെ. ഈ ഹിക്കായത്ത് ആ കിതാബുകളിൽ കാണാം. ഇവിടെ ഇമാം ഹദ്ദാദ് തങ്ങൾ മൂപ്പരുടെ ചില കിതാബുകളും ഉപദേശങ്ങളും പറയുന്നുണ്ട്, നിങ്ങൾ റബ്ബിനോട് ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കണം? ഖൈർ
ഹൈറായ നിലക്ക് തരണം ഒരു വിഷയം. ഇപ്പം ഈമാൻ കിട്ടി മരിക്കലാണെങ്കിൽ ഈമാനോട് കാരണം ഇത് പല വേർഷൻസ് ഉണ്ടല്ലോ വിഷയങ്ങളുടെ. നമുക്ക് താങ്ങാൻ പറ്റുന്നതും താങ്ങാൻ പറ്റാത്തതും ഉണ്ടാവും. നമ്മളെ നാട്ടിലും ഈ ഫി ഹൈരിയും വലുത്തും ഫി വാഫി അല്ലെങ്കിലും നമ്മൾ വേറെ നിലക്ക് പറഞ്ഞത് ഹൈറായ നിലക്ക് എത്തിച്ചേറ്റുന്ന ഉസ്താദ്മാർ പറയാറുണ്ട്. അല്ലെങ്കിൽ അത്തരം ഇതുപോലെ സിമിലർ വേർഡൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ മൊത്തത്തിൽ നമ്മളാരും അങ്ങനെ പറയാറില്ല, അത് വിട്ടുകളയാറുണ്ട്. ഇമാം ഹദ്ദാദ് തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി അത് പ്രത്യേകം ഉപദേശിക്കുന്നുണ്ട്. എന്ത് ചോദിക്കുമ്പോഴും ഇത് അതുകൊണ്ടാണ് ഇപ്പോൾ ഹബീബ് ഉമർ ഹഫീദ് തങ്ങൾ വരുമ്പോഴും മറ്റാരെ ദുആ നിങ്ങൾ കണ്ട എല്ലാ ദുആൻ്റെ കൂടെ ഇങ്ങനെ എന്ത് ചേർക്കുന്നുണ്ടാവും? ഫിഹരി മലത്ത് ഫിവാഫിയ ഫിഹരി ഫാത്തിഹയിൽ മാത്രമല്ല ദുആകളിലൊക്കെ ഉണ്ടാവും അത്. കാരണം അങ്ങനെ റബ്ബിൻ്റെ ലുത്തുഫും ഹൈറും ആഫിയത്തോടിട്ട് നമുക്ക് എന്തും സഹിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും കയറി ചെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഹാനി, അതായത് ഇപ്പോൾ ഒരു നല്ലൊരു കാര്യം ഇപ്പോൾ ഹാനി ഇപ്പോൾ എന്ത് ചോദിക്കും ഇപ്പോൾ ഹാനി ചോദിക്കുമ്പോൾ ഹാനി ഇപ്പോൾ ചോദിക്കണേ എനിക്ക് സിവിൽ സർവീസ് പാസ്സാക്കി താന്ന് വെറുതെ ഇപ്പോൾ ആഖിറൊക്കെ അവിടെ കിട്ടെ. ഇത് മാത്രം ചിലപ്പോൾ അതിന് പട്ടിനെ പോലെ എന്താവേണ്ടി വരും, നിരകിക്കേണ്ടി വരും. അതേ സമയത്ത് അതിൻ്റെ കൂടെ അള്ളാഹു ഹൈറായിട്ട് ആഫിയത്തോടെ എനിക്ക് നീ ഇത് സാധിപ്പിച്ചതാന്ന് നമ്മൾ ആ ഒരു ജുംലയും കൂടി ചേർത്താൽ അള്ളാഹു അതിന് ഇജാബത്ത് നൽകണമെങ്കിൽ ആ നിലക്കല്ല ഇജാബത്ത് നൽകുക. അപ്പോൾ ചോദിക്കും മഹാന്മാർ മുൻഗാമികളുടെ ചിലർ ദുആ അതില്ലല്ലോ എന്ന്. അവരെ ഹിമ്മത്തും നമുക്കില്ലല്ലോ. ഉണ്ടാ അവര് എത്രയോ സഹാബത്ത് എത്രയോ മഹാന്മാരൊക്കെ എന്നെ അങ്ങനെ എനിക്ക് അവരുടെ ദുആകൾ കാണൂല. അതുകൊണ്ട് അത് ഇത് ഇല്ല എന്നല്ല പറഞ്ഞത്. നമ്മളെപ്പോഴത്തെ ദുർബലർക്ക് ഇത് അത്യാവശ്യമാണ്. അവർക്കൊക്കെ അങ്ങനത്തെ ഇപ്പം നമ്മൾ പറയട്ടെ, നമ്മൾ ഷഹാദത്തൊക്കെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ട്. സത്യത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഒരു തോക്കിൻ്റെ മുന്നിൽ നിൽക്കാനുള്ള ഗഡ്സ് നമുക്കുണ്ട, ഒരു വാളിന് മുന്നിൽ നിൽക്കാനുള്ള ഗഡ്സ് നമുക്കുണ്ട. ഇനി അത് പോട്ടെ, മാനവിയായ ഷഹാദത്ത് എന്ന് പറഞ്ഞല്ലോ നമ്മൾ പറയുന്നത്. എന്ത് വയറ്റിൽ നിന്ന് പോക്ക്, കോളറ പിടിച്ച് മരിക്കുക, അതായത് വയറിൻ്റെ അസുഖങ്ങളും, അല്ലെങ്കിൽ തീ പിടിച്ച് മരിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടിടമൊക്കെ ഇടിഞ്ഞൊളിഞ്ഞ് വീണ് മരിക്കുക. ഇത് താങ്ങാൻ പറ്റും നമ്മളെ കൊണ്ട്? എനിക്ക് ഷഹാദത്തുള്ള കിട്ടാൻ പോകണം, സോ ഐ ഷുഡ് ബി ഹാപ്പി എന്നിട്ട് അവിടെ ചിരിച്ച ഒരാളിരിക്കുമോ? ഇല്ലല്ലോ. കാരണം നമുക്കതിന് കെൽപ്പില്ല. അപ്പം പിന്നെ അവിടെ വെച്ചിട്ട് നീ എന്നോട് ഷഹാദത്ത് തരാൻ വരുമ്പോൾ നമ്മൾ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കണമെന്ന് വെച്ചോ, അന്നേരത്ത് രക്ഷപ്പെടാണ്ടിരിക്കാൻ ശ്രമിക്കുമോ? ഞാനിവിടെ ഇതാവണമെന്ന് വെച്ചിട്ടില്ലല്ലോ. നീ എങ്ങട്ടാ രക്ഷപ്പെടേണ്ടതെന്ന് മലക്കളി ചോദിക്കൂലേ? നീയല്ലേ ഷഹാദത്ത് ചോദിച്ചാൽ അവിടെ നിൽക്ക് മുങ്ങിപ്പോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇതൊന്നും പ്രാക്ടിക്കൽ. അപ്പം എല്ലാം അള്ളാഹുവിൻ്റെ ലുത്തുഫോട് കൂടിയിട്ട്, ലുത്തുഫ് എന്ന് വെച്ചാൽ റഹ്മത്ത് തന്നെ, അതിൻ്റെ റഹ്മത്തിനേക്കാളും സൂപ്പർലെറ്റീവ് അതിൻ്റെ അപ്പുറത്തുള്ള സംഭവത്തിനാണ് ലുത്തുഫ് എന്ന് അറിയാം. ഇത്രയും ഇതുള്ളത്. അതുപോലെ ഖൈറിലും ആഫിയത്തോടു കൂടിയിട്ട്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ എനിക്ക് കിട്ടിയാൽ ഞാൻ എന്ത് ചോദിക്കണം നബിയെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്. അപ്പം എന്താ പറയണമെന്ന് അറിയാം? ആഫിയത്ത് ചോദിച്ചോളാനാ പറയണത്. എന്താണ്? സ്വർഗം ചോദിച്ചോളാനോ നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കാന്നല്ല. അതുണ്ടെങ്കിൽ എല്ലാവും. അതേപോലെ തന്നെ റസൂലുള്ളാഹി തങ്ങളുടെ എളാപ്പ സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒന്ന് ചോദിച്ചു, എനിക്കൊരു ദുആ പഠിപ്പിച്ചതാ, നല്ല സൂപ്പർ ദുആ, ആഫിയത്ത് ചോദിച്ചോളാം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി വേറെ എന്തെങ്കിലും കിട്ടണമെങ്കിലോ അപ്പോഴും ആഫിയത്ത് തന്നെ. പിന്നെയും ചോദിച്ചു, ഞാനല്ലേ പറഞ്ഞത് ആഫിയത്ത് ചോദിച്ചോളാൻ. അതായത് അതാണ് മുഖ്യം. അപ്പം ആഫിയത്ത് ഉണ്ടാവും. ആഫിയത്ത് നമ്മൾ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല കേട്ടാ, ഈ അർത്ഥത്തിലാണ് നമ്മൾ സാധാരണ ക്ഷേമം, സൗഖ്യം എല്ലാ മേഖലകളിലുള്ളത്. അല്ലാണ്ട് ഹെൽത്ത് നമ്മൾ എന്താണ് ആഫിയത്തൊക്കെ ശരിയല്ലെന്ന് നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അയാളെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ എന്നല്ലോ. അതിൽ മാത്രമല്ല ലഫ്ദിൻ്റെ അർത്ഥം. അതിൻ്റെ അല്ലെങ്കിൽ പിന്നെ ചുരുങ്ങിപ്പോലെ. ആയിഷ ബീവിയോട് പറയുന്നത് എന്താണ്? അപ്പോൾ ആഫിയത്ത് ഹെൽത്ത് കണ്ടീഷൻ നോക്കാനല്ലല്ലോ പറഞ്ഞത്. ആഫിയത്ത് വിശാലമായ അർത്ഥത്തിലാണ് സത്യത്തിൽ. ആഫിയത്ത് ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കത്തെ ഒരാൾക്കൊരു ആഫിയത്ത് ഉണ്ടെങ്കിൽ അയാൾക്ക് ദുനിയാവും ക്ഷേമത്തിലായിരിക്കും, ആഖിറവും ക്ഷേമത്തിലായിരിക്കും, സൗഖ്യത്തിലായിരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കണ സമയത്ത് എന്ത് ചെയ്യണം?
ഫി ഖൈരിൻ അതാ ഹദ്ദാദറാത്തി നമ്മൾ പഠിക്കണ ഒരു മെസ്സേജ് അതാണ്. വെറുതെ ഇങ്ങനെ കാണാണ്ട് പഠിച്ചിട്ട് ഒതുക്കി മാത്രം പോരാ. എന്തുകൊണ്ടാണ് അതിൻ്റെ ഓരോ ജുംലയിൽ അതുകൊണ്ടൊന്ന് ചേർത്തിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. ബാലവിസാദാത്യങ്ങൾ അത് ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ റബ്ബിനോട് ചോദിക്കുമ്പോൾ ഈ വാക്ക് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ തത്തുല്യമായ മലയാളത്തിൽ റബ്ബെ ഖൈർ ആഫിയത്തോടുകൂടിയിട്ട് എനിക്ക് നീ സാധിപ്പിച്ചു തരണേ എന്ന് ദുആ ചെയ്യണം. അതാണ് അദബ്.